കേരളത്തിലെ പ്രബലമായ ഒരു മുസ്ലിം സംഘടനയുടെ യുവജന സമ്മേളനം തൃശ്ശൂരിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്നിരുന്നു. ആ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിം ജനവിഭാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ ഫാഷിസത്തിന്റെ അപകടങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തുവാനുള്ള സൊല്യൂഷനുകൾ എന്ത് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു യുവജന സമ്മേളനമല്ല അവിടെ തൃശ്ശൂരും നടന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സമ്പൽ എന്ന് പറയുന്ന പള്ളി ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തുള്ള പ്രസിദ്ധമായ പള്ളികളുടെ അടിയാധാരം എടുത്തുകൊണ്ട് ഇവിടെയുള്ള പള്ളികളെല്ലാം ക്ഷേത്രങ്ങളും ശിവലിംഗത്തിന്റെ കേന്ദ്രങ്ങളുമാണ് എന്ന സ്വഭാവത്തിലുള്ള പ്രചരണം ഇവിടെ സംഘപരിവാറും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താക്കളും നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ എന്ന ഒരു അക്ഷരം മുരിയാടാതെ നടന്ന ഒരു സമ്മേളനമായിരുന്നു തൃശ്ശൂരിൽ നടന്ന സമ്മേളനം എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ സാധിക്കും. കഴിഞ്ഞ 14 മാസങ്ങളായി ഫലസ്തീനിൽ ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിഷ്കളങ്കരായ നിഷ്കപടരായ മനുഷ്യർക്ക് നേരെ ഇസ്രായേലിന്റെ സൈനിസത്തിന്റെ ഭീകരമായ നെറിനായാട്ടുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രാർത്ഥനയുടെ വാക്കുകൾ പോലും പറയാത്ത സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാര് ഭീകരവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാര് തീവ്രവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാര് കുഴപ്പക്കാരാണ്, അവരുടെ കുഴപ്പങ്ങൾ കൊണ്ടാണ് ഈ രാജ്യത്ത് അവർ 2 തവണ നിരോധിച്ചത് എന്ന സ്വഭാവത്തിലുള്ള നട്ടാൽ മുടക്കാത്ത നുണകൾ പച്ചയായി പ്രചരിപ്പിക്കുമ്പോൾ ആരുടെ വക്കാലത്താണ് ഇത്തരം സംഘടനകൾ യഥാർത്ഥത്തിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നാം ഈ സന്ദർഭത്തിൽ ചോദിക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടാവുകയാണ്.